സദസ്സിന് വന്ദനം. ലോക പ്രശസ്തനായ ബ്രസീൽ എഴുത്തുകാരൻ പൗലോ കൊയ്ലോയുടെ എണ്ണ നിറച്ച കരണ്ടി എന്ന കഥയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ പങ്കുവെക്കുന്നത്. പണ്ട് ഒരു സ്ഥലത്ത് ഒരു കച്ചവടക്കാരനും തന്റെ മകനും ജീവിച്ചിരുന്നു. ഒരു ദിവസം കച്ചവടക്കാരൻ തന്റെ മകനെ അക്കാലത്തെ പ്രസിദ്ധനായ ഒരു ജ്ഞാനിയുടെ അരികിലേക്ക് പറഞ്ഞയച്ചു. എന്തിനാണെന്നോ? സന്തോഷത്തിന്റെ രഹസ്യം എന്താണെന്ന് അറിഞ്ഞു വരാൻ. അങ്ങനെ അവൻ 40 നാൾ മരുഭൂമിയിലൂടെ അലഞ്ഞു നടന്ന് അച്ഛൻ പറഞ്ഞ ആ ഗുരുവിന്റെ വാസസ്ഥലം കണ്ടുപിടിച്ചു. ഒരു കുന്നിൻ മുകളിലുള്ള അതിമനോഹരമായ കൊട്ടാരം. അവൻ അതിനുള്ളിലേക്ക് പ്രവേശിച്ചു. അവന്റെ സങ്കല്പത്തിലുണ്ടായിരുന്നത് അതിദിവ്യനായ ഒരു സന്യാസി വൃദ്ധനായിരുന്നു. പക്ഷേ ഇവിടെ നല്ല തിരക്കും പലതരത്തിലുള്ള ആളുകൾ വരുന്നു പോകുന്നു. അപ്പോഴാണ് അവൻ ശ്രദ്ധിച്ചത്, ദൂരെ നിന്ന് ഗുരു ഓരോരുത്തരോട് സംസാരിച്ച് വരുന്നു. അങ്ങനെ 2 മണിക്കൂർ കഴിഞ്ഞ് ഗുരു അവന്റെ അടുത്ത് എത്തിയ പാടുകൾ ചോദിച്ചു, നീ സന്തോഷത്തിന്റെ രഹസ്യം അറിയാനാണ് ഇവിടെ വന്നത് അല്ലേ? അവൻ അത്ഭുതപ്പെട്ടുപോയി. താൻ വന്നതിന്റെ കാര്യം ഗുരു അറിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് അല്പം നിൽപ്പുണ്ട്. അതുകൊണ്ട് നീ എന്റെ കൊട്ടാരമൊക്കെ ഒന്ന് നന്നായി ചുറ്റി കണ്ടിട്ട് വരൂ. ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് അങ്ങനെ കൊട്ടാരം കാണാൻ പുറപ്പെട്ടപ്പോൾ ഗുരു അവനെ തടഞ്ഞു. ഇതാ ഈ സ്പൂണും ഇതിലെ 2 തുള്ളി എണ്ണയും പിടിച്ചോളൂ. ഈ എണ്ണ നീ നടക്കുമ്പോൾ താഴെ തുളുമ്പി പോവാതെ സൂക്ഷിക്കണം. അങ്ങനെ അത് പിടിച്ചുകൊണ്ട് കൊട്ടാരത്തിലെ എണ്ണമാൽ കോണിപ്പടികളും വരാന്തകളും കയറിയിറങ്ങി 2 മണിക്കൂർ കഴിഞ്ഞ് ഗുരുവിന്റെ മുറിയിൽ തിരിച്ചെത്തി. നീ എല്ലാം കണ്ടു അല്ലേ? നിന്റെ ആ തിരശ്ശീല കണ്ടോ? അത് പേർഷ്യയിൽ നിന്ന് പ്രത്യേകമായി നെയ്തു കൊണ്ടുവന്നതാണ്. അല്ല, നിന്റെ ഉദ്യാനം കണ്ടില്ലേ? ആദ്യം മട്ടിലാക്കി തീർക്കാൻ ഒരു 10 വർഷമെങ്കിലും എടുത്തു. നിന്റെ ആ ഗ്രന്ഥത്തിന് കണ്ടില്ലേ? അതിനുള്ളിലെ തുകഴ്ത്താളുകളും എത്ര മനോഹരവും ധ്രുവമാണ്. ഇതെല്ലാം കേട്ടപ്പോൾ അവൻ പകച്ചു നിന്നുപോയി. താൻ ഇതൊന്നും കണ്ടിട്ടില്ലല്ലോ. തന്റെ ശ്രദ്ധ മുഴുവൻ ഈ സ്പൂണിലെ എണ്ണയിലാണല്ലോ. അങ്ങനെ അവൻ വാസ്തവം പറഞ്ഞ് കുറ്റസമ്മതം നടത്തി. ആദ്യം ഒന്നും കണ്ടിട്ടില്ല അല്ലേ? എന്നാൽ ഒന്നും കൂടി എല്ലാം നന്നായി വിസ്തരിച്ചിട്ട് വരും. അങ്ങനെ അവൻ വീണ്ടും കൊട്ടാരം കാണാൻ പുറപ്പെട്ടു. അപ്പോൾ അവന്റെ കയ്യിൽ ആ സ്പൂണും 2 തുള്ളി എണ്ണയും ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാം അവൻ നന്നായി വിസ്തരിച്ചു കണ്ടു. ചുമരുകളിലെ ഗ്ലാസ് സൃഷ്ടിക്കുക മാത്രമല്ല, ഗുരു പറഞ്ഞ തിരശ്ശീല, പിന്നെ ഉദ്യാനം, പിന്നെ ഗ്രന്ഥപുര, ഇതെല്ലാം കണ്ട് 2 മണിക്കൂർ കഴിഞ്ഞ് ഗുരുവിന്റെ മുറി തിരിച്ചെത്തി. എന്നിട്ട് താൻ കണ്ട കാര്യങ്ങളൊക്കെ ഗുരുവിനെ വിസ്തരിച്ചു പറഞ്ഞു. അപ്പോൾ ഗുരുവിന്റെ ചോദ്യം വന്നു, അല്ല, ഞാൻ നിനക്ക് തന്ന ആ 2 തുള്ളി എണ്ണ എവിടെ? അപ്പോഴാണ് അവനത് ശ്രദ്ധിച്ചത്. തന്റെ കയ്യിലിരിക്കുന്ന സ്പൂണിലെ 2 തുള്ളി എണ്ണ ഇല്ല. ഗുരു പറഞ്ഞു, നീ പഠിച്ചിരിക്കേണ്ട ഒറ്റപ്പാടമേ ഉള്ളൂ. ലോകത്തിലെ സുഖങ്ങളും സൗഭാഗ്യങ്ങളും ആവോളം ആസ്വദിച്ചോളൂ. പക്ഷേ കയ്യിലിരിക്കുന്ന ആ കരണ്ടിയും 2 തുള്ളി